കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ ആറ്റുകാൽ ക്ഷേത്രം എങ്ങനെ രൂപം കൊണ്ടുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ കഥ തുടങ്ങുന്നത് കിള്ളിയാറിന്റെ തീരത്താണ്. ഒരു ദിവസം മുള്ളുവീട്ടിൽ കുടുംബത്തിലെ കാരണവർ സന്ധ്യാവന്ദനം കഴിഞ്ഞ് കിള്ളിയാറിൽ കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് നദിയുടെ മറുകരയിൽ നിന്ന് ഒരു ദിവ്യ തേജസ്സുള്ള പെൺകുട്ടി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എനിക്ക് ഈ നദി കടക്കാൻ സഹായിക്കാമോ എന്നവൾ ചോദിച്ചു. ആ പെൺകുട്ടിയുടെ മുഖത്തെ ദിവ്യപ്രഭ കണ്ട കാരണവർ ആദരവോടെ അവളെ നദി കടത്തിക്കൊണ്ടുപോയി. പിന്നീട് അവളെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അവൾക്കായി താമസ സൗകര്യം ഒരുക്കുന്നതിനിടയിൽ ഒരു അത്ഭുതം സംഭവിച്ചു. ആ പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായി. അവളെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ രാത്രി കാരണവർക്കൊരു ദിവ്യ സ്വപ്നം ലഭിച്ചു. സ്വപ്നത്തിൽ ആ പെൺകുട്ടി ഭഗവതിയായി പ്രത്യക്ഷപ്പെട്ടു. അടുത്തുള്ള കാവിൽ എനിക്കൊരു ക്ഷേത്രം സ്ഥാപിക്കൂ എന്ന് ദേവി അരുളി ചെയ്തു. ആ സ്ഥലം തിരിച്ചറിയാൻ ചില അടയാളങ്ങളും ദേവി പറഞ്ഞു നൽകി. പിറ്റേന്ന് രാവിലെ കാരണവർ കാവിലെത്തിയപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു. ദേവി പറഞ്ഞ സ്ഥലത്ത് 3 രേഖകൾ വ്യക്തമായി അടയാളപ്പെട്ടിരുന്നു. അത് ദേവിയുടെ നിർദ്ദേശമാണെന്ന് മനസ്സിലാക്കിയ കാരണവർ അവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നിവിടെ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ലോക റെക്കോർഡ് നേടിയ ഉത്സവമാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് പൊങ്കാല അർപ്പിക്കുന്ന അത്ഭുത കാഴ്ച കാണാൻ ലോകമെമ്പാടുമുള്ള ഭക്തർ എത്തുന്നു. അതുകൊണ്ടാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ചെയ്യൂ.